ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആർത്തി പിടിച്ച രാജാവിൻ്റെ കഥയാണ്. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ പ്രജകൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഒരേ ഒരു വിചാരമേ രാജാവിനുണ്ടായിരുന്നുള്ളൂ: കൂടുതൽ കൂടുതൽ സ്വർണം സംഭരിക്കണം. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മാന്ത്രികൻ വന്നു. രാജാവ് മാന്ത്രികനോട് പറഞ്ഞു, എൻ്റെ ഖജനാവ് മുഴുവൻ മാന്ത്രിക വിദ്യയാൽ സ്വർണം കൊണ്ട് നിറയ്ക്കുക. മാന്ത്രികൻ പറഞ്ഞു, അത് എന്നെ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷേ ഞാൻ അങ്ങയ്ക്ക് ഒരു മാന്ത്രിക ശക്തി തരാം. അത് ഉപയോഗിച്ച് സ്വർണത്തോടുള്ള അങ്ങയുടെ ആർത്തി ശമിപ്പിച്ചുകൊള്ളൂ. മാന്ത്രികൻ തൻ്റെ മന്ത്രവടി കൊണ്ട് രാജാവിൻ്റെ കയ്യിൽ സ്പർശിച്ചു. ഇനി അങ്ങ് എന്തിനെ തൊട്ടാലും അത് സ്വർണമായി തീർന്നു. രാജാവ് സന്തുഷ്ടനായി. അദ്ദേഹം ഓരോരോ വസ്തുക്കളെയും തൊട്ടു. ചെടിച്ചട്ടിയെയും കൊട്ടാരത്തിലെ തൂണുകളെയും എല്ലാം സ്വർണമാക്കി. രാത്രി വളരെ സന്തോഷത്തോടു കൂടിയാണ് രാജാവ് ഊണ് കഴിക്കാനിരുന്നത്. പക്ഷേ അത്താഴം തൊട്ടപ്പോഴേക്കും സ്വർണമായി മാറി. എല്ലാ ഭക്ഷണങ്ങളും സ്വർണമായി മാറിയാൽ താൻ പട്ടിണി കിടന്ന് സാവും എന്ന് രാജാവിന് തോന്നി. പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ ഓടി അരികിൽ വന്നപ്പോൾ രാജാവ് അവളെ തലയിൽ തലോടി. അപ്പോൾ മകളും സ്വർണമായി മാറി. രാജാവ് കരഞ്ഞുകൊണ്ട് മാന്ത്രികനോട് പറഞ്ഞു, ആ മാന്ത്രിക വിദ്യ തിരിച്ചെടുത്ത് തൻ്റെ മകളെ തിരിച്ചു തരാൻ. മാന്ത്രികൻ തൻ്റെ മാന്ത്രിക വടി വീശി എല്ലാം പഴയതുപോലെയാക്കി. സ്വർണം കൊണ്ട് സുഖം കിട്ടുകയില്ലെന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം എല്ലാ ധനവും പാവങ്ങൾക്കു നന്മയ്ക്കായി ഉപയോഗിച്ചു.